ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ രാവിലെ തന്നെ പഠിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റതെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. അങ്ങനെ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പൊതുവേ നോട്ട് ഇങ്ങനെ എഴുതി വെക്കലില്ല. എനിക്കിങ്ങനെ ഫോണിലായാലും അല്ലെങ്കിൽ ഇതിലൊക്കെ നോക്കി പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ടിലേക്ക് എഴുതുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിരുന്നു, ഫുൾ നോട്ട്സായിട്ട് എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, അല്ലാണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു വൺ വേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ നോട്ട്സ് എഴുതുന്നതിനുള്ള കുറച്ചും കൂടെ നല്ലതെന്ന് വിചാരിച്ച് പിന്നീടൊക്കെ എന്ത് ചെയ്തു, വൺ വേർഡ് ആയിട്ടുള്ള ആൻസേഴ്സൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സോ അല്ലെങ്കിൽ സെക്ഷൻസ്, റൂൾസ് അതൊക്കെയായിട്ട് കൂടുതൽ ഞാനിങ്ങനെ വൺ വേർഡായിട്ട് എഴുതി വയ്ക്കുന്നത്. അതൊക്കെ വൺ വേർഡായിട്ട് തന്നെയാണ് മിക്കതും ചോദിക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും. പിന്നെ എൻ്റെ വീഡിയോയിൽ മിക്കതും ഇങ്ങനത്തെ കാക്കയും കോഴിയുടെ ഒച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവരും താമസിക്കും. കാരണം കുറേ മരങ്ങളും ഇങ്ങനത്തെ ഉള്ളത് കാരണം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കിളികൾക്കൊക്കെ താമസിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ താമസിക്കുമ്പോൾ തന്നെ പുറത്തിരുന്നിട്ടാണ് ഞാൻ വോയിസൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒച്ചെടുത്തുകൊണ്ടിരിക്കും. ചില സമയത്ത് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വോയിസ് ഇടാന്നൊക്കെ വിചാരിച്ചിങ്ങനെ പുറത്തിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ വരുന്നത്. അങ്ങനത്തെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചു. പിന്നെ മാത്സ് ഇതൊക്കെ നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മാത്സ് നോക്കിയില്ല, ഇന്ന് ലോല കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ലോ അധികം ഞാൻ പഠിച്ചിട്ടില്ല. നമുക്ക് പഠിക്കാൻ കുറച്ച് ടെക്സ്റ്റിൽ ബേസ് ചെയ്തിട്ട് ഞാൻ പഠിക്കില്ല. ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. എന്നുവെച്ചാൽ ജേണലിലോ അങ്ങനത്തേലൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല എല്ലാതും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല ബുക്സൊക്കെ മേടിക്കേണ്ടി വരും. നമ്മൾ ബുക്ക് സ്റ്റോളിൽ നിന്നൊക്കെ നല്ല PPTകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനത്തെ ചായക്ക് ഞാനിന്ന് പഴം നെയ്യിലിട്ടിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതുപോലെ തന്നെ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് പണികളൊക്കെ ചെയ്ത് അടിച്ചു വാരലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. വീണ്ടും പഠിക്കാനിരുന്നപ്പോൾ ഒരു സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചവരെയൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാളെ പണ്ടൊന്നും ഇങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ ഇങ്ങനെ പൊങ്ങി നിന്ന് ഒട്ടിക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഒരു ഇങ്ങനത്തെ സ്റ്റിക്കർ ടൈപ്പല്ല, കുറച്ചും കൂടെ നല്ലൊരു ഫ്ലവറും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒട്ടിച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബുക്കിലൊക്കെ ഇടയ്ക്കൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബുക്കിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാട്ടോ. കുറേ നാളായി കാണാണ്ടായിട്ട്. നാൾ കിട്ടിയതായിരുന്നു. പിന്നെ ഞാൻ ഏതോ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ മിസ്സായി. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ സൈഡിൽ എടുത്ത് വെച്ചതാണ്. ഞാൻ അല്ലെങ്കിൽ ഒരു ഇത് ഫയലിലാക്കി ഞാൻ വെക്കും. അങ്ങനത്തെ നൈസ് സ്ലിപ്പ് അങ്ങനത്തെ ഒക്കെ എനിക്ക് കുറച്ച് സൂക്ഷിക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു സൈഡിൽ വെച്ചതാണ്. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലഞ്ചിന് ഇന്ന് എന്തിട്ട് ഉണ്ടാക്കുമെന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് രാവിലെ പഠിക്കുന്നതെന്ന് അമ്മ എപ്പോഴും പറയും. പക്ഷേ എനിക്കെന്തോ രാവിലെ പഠിക്കാനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പണ്ട് എക്സാമൊക്കെ 10th എക്സാം അതുപോലെ തന്നെ +2 അങ്ങനത്തെ എക്സാമുകളൊക്കെ വരുമ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് പഠിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കലില്ല. ഒന്നാമത് മടിയാട്ടോ രാവിലെ എഴുന്നേൽക്കാനൊക്കെ. പക്ഷേ എനിക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം എന്നൊക്കെ ഇപ്പോൾ ഒരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനി മോർണിംഗിൽ എഴുന്നേറ്റൊക്കെ ഇരുന്ന് ഒരു ദിവസം കുറച്ച് നേരം ഒന്ന് പഠിച്ച് നോക്കണം. എന്നിട്ട് പിന്നെ ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഒരു 12 മണി ആ സമയമൊക്കെ ആവാറായി. അപ്പോൾ ഒരു ഏകദേശം ഒരു 2 പേജൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി അടുത്തത് രജിസ്ട്രേഷൻ, അതൊക്കെ ഒന്ന് പഠിക്കണം. രജിസ്ട്രേഷൻ തുടങ്ങി ബാക്കി പഠിക്കണം. ബാക്കിയുള്ളത് ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലോ അല്ലെങ്കിൽ ഉണ്ടാക്കലൊക്കെ ചെയ്യും. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അരിയുണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ടേബിളൊക്കെ ആകെ അലങ്കോലമായി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ്.
അങ്ങനെ ദേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് നനച്ചൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നനച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. രാത്രി കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും അതുപോലെ തന്നെ മാന്തൾ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.